ദേശീയ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ബാലരാമപുരത്ത് കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. VFPCK സ്വാശ്രയ കർഷക സമിതിയിൽ നടന്ന പരിപാടി കേരള അഗ്രികൾച്ചറൽ ഡയറക്ടറേറ്റ് അഡീഷണൽ ഡയറക്ടർ AJ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ റീജിയണൽ ഓഫീസ് കൊച്ചി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരള എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡെപ്യൂട്ടി അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് അഡ്വൈസർ ഡോക്ടർ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഉൽപ്പന്നങ്ങൾ മാന്യമായ വില അതിനെ വിപണനം ചെയ്യുന്ന ഒരു രണ്ടാം ഘട്ട പ്രക്രിയയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. VFPCKയുടെ പ്രവർത്തനം വന്നപ്പോൾ അതിനൊരു വലിയ പരിഹാരം തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഉണ്ടായി എന്നുള്ളത് തർക്കമൊന്നുമില്ല. നമുക്ക് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു കാൽക്കുലേഷൻ, ഒരു കണക്കുകൂട്ടലിലാണ് അവരൊരു കൃഷി ഇറക്കുന്നത്. വെളിച്ചെണ്ണയും കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണെന്ന് എല്ലാവർക്കും അറിയാം. നാളികേരം, അതിന്റെ വിലയിൽ ഉൽപാദകനും ഉപഭോക്താവിനും ഗണ്യമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടുന്ന 2 തീരുമാനങ്ങൾ ഉണ്ടായത്. അപ്പൊ ആ തീരുമാനങ്ങളുടെ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ ഈ ദേശീയ കർഷക ദിനാചരണം ആചരിക്കുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി ആചരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഞാൻ വിശദമായിട്ട് സംസാരിക്കാനുള്ള സമയമില്ല. കാരണം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും ബഹുമാനപ്പെട്ട നമ്മുടെ SLBC സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാനറ ബാങ്കിന്റെയും വിവിധങ്ങളായിട്ടുള്ള ടെക്നിക്കൽ സെഷൻസ് ഇവിടെ